തമിഴന്മാരുടെ രാഷ്ട്രീയക്കളി സിനിമയിലും റിയലായും കണ്ടിരിക്കാൻ നല്ല രസമുള്ള പരിപാടിയാണ്. അതിപ്പോൾ റിയലാണെങ്കിലും മൊത്തം സിനിമാറ്റിക് ആയിരിക്കും. പെരിയാറിൻ്റെ ആശീർവാദത്തോടെ തമിഴ് ഭാഷ സംരക്ഷിക്കാൻ ഇറങ്ങിയ കഥയാണ് പരാശക്തി. റിയൽ സ്റ്റോറി അറിയാവുന്നവർക്ക് ചിരി വരും. അതൊക്കെ മൊത്തം പറഞ്ഞാൽ 3 മണിക്കൂറൊക്കെ ആവും. അതുകൊണ്ട് ആ വിഷയം വിട്ട് സിനിമയിലേക്ക് വരാം. സൂര്യ കൈയൊഴിഞ്ഞ മൂവി. പുള്ളി ചെയ്തായിരുന്നെങ്കിൽ ക്യാരക്ടർ ഒന്നുകൂടി ഉഷാറായേനെ. പക്ഷേ ഇരട്ടി വിവാദമായേനെ. സോളോ റിലീസായിരുന്നു. രാജാസാബ് വാഷ് ഔട്ടായി. മിക്സഡ് റിവ്യൂ. എന്നിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത മൂവി. തകർക്കുന്നത് വിജയ് ഫാൻസ് എന്നാണ് സംവിധായക പറഞ്ഞത്. നമുക്കറിയില്ല, ഇവർ തിയേറ്ററിന് മുന്നിൽ നിന്ന് കാണാൻ വരുന്നവരെ ഓടിച്ചു വിടുന്നതായിരിക്കും. വിജയുടെ കയ്യിൽ നിന്ന് തുപ്പാക്കി വാങ്ങിയ ശിവ നേരെ വന്ന് ഇതിൽ കൈവച്ചു. കാരണം എന്നാ? സൂര്യ കൈയൊഴിഞ്ഞ പടം ചെയ്താൽ അതിലും കയ്യടിയാവാം പ്രതീക്ഷിച്ചത്. സംവിധായക തന്നെ പറഞ്ഞു, രണ്ടുപേരും രാപകൽ വ്യത്യാസമുള്ളതിനാൽ ശിവയ്ക്ക് പറ്റിയതേ കൊടുത്തിട്ടുള്ളൂ, കുറേ സീനുകൾ ഒഴിവാക്കിയെന്ന്. വിജയിനെ പിടിച്ചു കിട്ടാൻ DMK ഫണ്ട് ചെയ്ത് അവരെ പൊക്കിയ മൂവിയാണെന്ന് ക്ലൈമാക്സിലാണ് മനസ്സിലായത്. വിജയുടെ തുപ്പാക്കി വാങ്ങി ശിവ അങ്ങേർക്കിട്ട് തന്നെ പൊട്ടിച്ചു. ശിവകാർത്തികേയൻ്റെ ഡബിൾ സ്റ്റാൻഡ് ധനുഷ് തമൻ വിഷയത്തിൽ തന്നെ വ്യക്തമായതാണ്. അപ്പോൾ ഇത്രയും കൃത്യമായി ഉണ്ടാക്കിയ നിരവധി തൊഴുത്തിൽ കുത്തു കഴിഞ്ഞിറങ്ങിയ സിനിമയെ പ്രേക്ഷകരങ്ങ് കൈവിട്ടു. ഈ പറഞ്ഞതാണ് ഈ സിനിമയുടെയൊക്കെ ഒരു രാഷ്ട്രീയം. ഇനി സിനിമയിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് പറയാം. നല്ല രീതിയിൽ ഹീറോട്ടിക് ഇമേജ് ഉള്ള നായക കഥാപാത്രം, അതൊന്നും താങ്ങാൻ ശിവ ആയിട്ടില്ല. തുപ്പാക്കി വാങ്ങും പോലെയല്ലല്ലോ ആക്ടിങ്, അത് വേറെ ലീഗാണ്. സീരിയസ് ഡയലോഗ് പറയുമ്പോഴും മിമിക്രി ഫീൽ, ഇമോഷണൽ സീൻസിലും ക്യൂട്ട്നെസ്, ഓറാ ലെവലേശമില്ലായ്മ. നായക കഥാപാത്രം തീരെ വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ വില്ലൻ രവിമോഹൻ ചുമ്മാ കത്തിക്കയറുമായിരുന്നു. പക്കാ വില്ലൻ. ഫേസ് ഓഫ് സീൻസിൽ ശിവകാർത്തികേയൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും പിടികിട്ടും. അഥർവ മുരളി പോലും ശിവകാർത്തികേയനെ സൈഡാക്കി. തമിഴ് ഭാഷയെ പൊക്കാൻ വന്നവൻ തെലുങ്ക് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, കുറേ ക്രിഞ്ച് സാധനമുണ്ട്. നായിക ശ്രീലീല പവർഫുൾ ഡയലോഗ് പറയുന്നു, ശേഷം അത് പവർഫുൾ ആയിരുന്നു എന്ന് കാണിക്കാൻ സ്പൂൺ ഫീഡിങ്. അത് ഒഴിവാക്കിയാൽ അവർ കൊള്ളായിരുന്നു. തമിഴ് தெரியாതെ പോടാ എന്നതാണ് ആശയം. അതങ്ങ് മാറ്റിയാൽ ഓഫീസറുടെയും സമരക്കാരൻ്റെയും ഈഗോ ക്ലാഷാണ് മൂവി. ഫൈറ്റ് സീൻസ് വലിയ കുഴപ്പമില്ല. അനാവശ്യ റൊമാൻസ് ലാഗൊക്കെ ഒന്ന് കുറയ്ക്കാമായിരുന്നു. കുറേ ക്യാമിയോ കുത്തിക്കയറ്റിയിട്ടുണ്ട്. മലയാളി എന്ന നിലയ്ക്ക് ബേസിലിനെ കണ്ട് നമ്മൾ സായുജ്യം അടഞ്ഞില്ല. റാണ ഡഗ്ഗുപാട്ടി കൊള്ളാമായിരുന്നു. അവസാനമാണ് മനസ്സിലാവുന്നത്, നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് DMKയ്ക്ക് വേണ്ടി കരുണാനിധിയെ പൊക്കിയടിച്ച് ഉടൽ മണ്ണക്ക് ഉയർ തമിഴുക്ക് എന്ന സാധനമായിരുന്നെന്ന്. പ്രൊഡ്യൂസർ ആരാണെന്ന് പറയണ്ടല്ലോ, മകനും കൊച്ചുമകനും ഒക്കെയാണ്. കണ്ട പാർട്ടിക്കാരുടെ ചട്ടകുമായി സിനിമ പിടിച്ച് പൊട്ടിയിട്ട് ഇനി വിജയ് ഫാൻസിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചേച്ചി? അണ്ണൻ ഇനി എന്ത് പൊളിറ്റിക്സ് പറഞ്ഞായിരിക്കും വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം. പിന്നെ ഒരു ഗുണം, ദിനോസർ കാലത്തിലിരുന്നേ തമിഴ് എന്ന് കയറ്റിയില്ല എന്നതൊഴിച്ചാൽ പച്ച തമിഴ് അജണ്ട ചട്ടുക മൂവിയാണ് പരാശക്തി.